Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് വിവോന്റെ പുതിയൊരു Y സീരീസ് ഡിവൈസ് ആണ്. Vivo Y75 ആണ്. ഇൻഫാക്റ്റ് Vivo Y75 ഒരു പുതിയ ഡിവൈസ് അല്ല, കാരണം Vivo Y75 4G ഡിവൈസ് 5G ഡിവൈസ് ഓൾറെഡി 2 മാസങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു ഡിവൈസ് ആണ്. അപ്പോൾ ഇപ്പോൾ Vivo ഇറക്കിയിരിക്കുന്ന ഡിവൈസ് 4G ഡിവൈസ് ആണ്. അപ്പോൾ ഇപ്പോൾ 5G വേണ്ടാന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4G ഡിവൈസ് എടുക്കാം. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ കുറച്ചുകൂടെ പ്രൈസ് കുറവും കുറച്ചുകൂടെ ബെറ്റർ ഫീച്ചേഴ്സും കിട്ടും എന്നുള്ളതാണ് 4G ഡിവൈസിൻ്റെ പ്രത്യേകത. കാരണം 5Gൻ്റെ ഓപ്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ വരാൻ ഇനി വീണ്ടും ഒരു 1.5 വർഷമൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 4G ഡിവൈസാണ് പ്ലാൻ ഉണ്ടെങ്കിൽ വിവോൻ്റെ Y75 ആണ് 4G ഡിവൈസും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഫീച്ചേഴ്സും ഹാർഡ്വെയറും ക്യാമറ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Vivo Y75 4Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം Vivo Y75 എന്ന് എഴുതി കാണാം. ഇത് ആക്ച്വലി ഒരു കളറാണ് കേട്ടോ. ഇതൊരു പാറ്റേൺ ആണ്. ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് കളറാണ്. മറ്റൊരു കളർ ഇതാണ്. ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഇതൊരു വേറെ കളറാണ്. ഈ കളറിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാം. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കളറല്ല, ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ 44 MP ഐ ഓട്ടോ ഫോക്കസ് രീതിയാണ്. 44 വാട്ട് ചാർജിങ് ഉണ്ട്. 8GB + 4GB എക്സ്റ്റെൻഡഡ് റാം ആണ് വരുന്നത്. മൂൺ ലൈറ്റ് ഷാഡോ എന്നാണ് ഈ കളറിൻ്റെ പേര്, അതായത് ബ്ലാക്ക് കളറാണ്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയി 1.03 ഹെഡ് സാറും 0.66 ബോഡി സാറുമാണ് വരുന്നത്. ഇതിൻ്റെ വില 20,999 രൂപയാണ്. വിലയെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് വിവോൻ്റെ ബോക്സ്. ഇൻസൈഡ് നമുക്ക് കിട്ടുന്നത് വേറൊരു TPU കേസാണ്. ആക്ച്വലി നല്ല ക്വാളിറ്റി TPU കേസുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഫിനിഷ് ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിവോൻ്റെ മാനുവൽ ആൻഡ് യൂസർ ഗൈഡാണ്. നമുക്ക് ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. ഡിവൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. സ്റ്റാൻഡേർഡ് ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. പിന്നെ ഒരു ഇയർഫോൺ ഉണ്ട്. ഇത് ആക്ച്വലി സർപ്രൈസാണ്. ഇയർഫോണിന് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ ബണ്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വളരെ സർപ്രൈസിങ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇയർഫോണെല്ലാം ഫോണിൻ്റെ അകത്തുനിന്ന് പോയൊരു കേസാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 3.5mm ഓഡിയോ ജാക്കുള്ള ഇയർഫോണാണ്. പക്ഷേ ഈ ഫോണിന് ആക്ച്വലി ഇയർഫോണിന് 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അഡാപ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട് വിവോ. ഇതെന്ന് വെച്ചാൽ USB Type-C to 3.5mm അഡാപ്റ്ററാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഈ ഇയർഫോൺസ് കേൾക്കാം. കാരണം ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. പിന്നെ ഒരു സിം ഇജക്റ്റർ പിന്നാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് 44 വാട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വിവോൻ്റെ തന്നെ 44 വാട്ട് ചാർജറാണ്. അപ്പോൾ അതുണ്ടല്ലേ, ഔട്ട്പുട്ട് കാണാം. 5 വോൾട്ട് 2 ആംപിയർ, 9 വോൾട്ട് 2 ആംപിയർ, 11 വോൾട്ട് 4 ആംപിയർ, 44 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് എളുപ്പത്തിൽ ബൂട്ട് ചെയ്യാം. ഈ 44 വാട്ട് പ്രത്യേകത വെച്ചാൽ 1 to 65% അറൗണ്ട് 30 മിനിറ്റ്സിൽ ചാർജ് ചെയ്യുന്നതാണ് വിവോ അവകാശപ്പെടുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരെ. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് Vivo Y75 4G വേരിയൻറ്റ് നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റ് നോക്കാം. ഡിസൈനിൽ ഫ്രണ്ട് പാനൽ ഡിസൈനിൽ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നോച്ച്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്, പഞ്ച് ഹോൾ അല്ല. ബെസൽസ് കുഴപ്പമില്ല, ബോട്ടം ബെസൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് ഇല്ല. ആക്ച്വലി 90 Hz 120 Hz ഇല്ല. അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയാണ്. 21,000 രൂപേൻ്റെ ഫോണിന് ഡെഫിനറ്റ്ലി ഹയർ റിഫ്രഷ് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ നല്ലൊരു ആസ്പെക്റ്റാണ്, ഡെഫിനറ്റ്ലി ഗുഡാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രോബ്ലി ഒരു പോരായ്മയായിട്ട് നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ. ഡിസ്പ്ലേ ആക്ച്വലി നല്ലതാണ്, നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. പക്ഷേ സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്കൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് അല്ല. ഒരു 90 Hz ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയതിനെ. ഇവിടെ അത് കിട്ടുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. ഇവിടെ നമുക്കൊരു സ്ക്രീൻ ഗാർഡ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ആക്ച്വലി ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ല വ്യൂയിങ് ആംഗിൾസും അതേപോലെ ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണെന്ന് പറയും. ഇതൊരു AMOLED പാനലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. സൈഡിലും ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് നമുക്ക് കിട്ടുന്നത് ഒരു സിം ട്രേ ആണ്. ഇതൊരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല. ആക്ച്വലി ഇത് ഹൈബ്രിഡ് ആണ്. USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് 3.5mm
ഓഡിയോ ജാക്കിൽ അപ്പോൾ USB Type-C വെച്ച് ആ അഡാപ്റ്റർ വെച്ച് കേൾക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് ഇത് കണ്ട്. പക്ഷേ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഫിംഗർ പ്രിൻറ്റ്സ് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ ക്യാമറയിലോട്ട് വിശദമായി വരാം. വിവോൻ്റെ ബ്രാൻഡിങ് കാണാം. സ്ലിമ്മാണ്, നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. അതേപോലെ ഇത് ഗ്ലാസ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയംനെസ് ഉണ്ട് ലുക്സിൽ. പക്ഷേ 1-2 പോരായ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 Hz ഇല്ല, പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണെന്നുള്ളതാണ്. ഈ സോഫ്റ്റ്വെയർ കാര്യത്തിൽ നമുക്കൊന്ന് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയർ കിട്ടുന്നത് എബൌട്ട് ഫോൺ എടുക്കാം. അപ്പോൾ ഇവിടെ Android 11 ഉള്ളൂ. അത് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ്. 21,000 രൂപേൻ്റെ ഫോണിന്, അതും മെയ് 2022 ഇറങ്ങിയ 21,000 രൂപയുടെ ഫോണിൽ Android 12 ഇല്ല എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റാണ്. ജനുവരി ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഫോൺ ഓക്കെ, പക്ഷേ ഇതിപ്പോൾ മെയ് അവസാനമാവാറായി. അപ്പോൾ ഡെഫിനറ്റ്ലി Android 12 കൊടുക്കണമായിരുന്നു. കാരണം വിവോൻ്റെ മറ്റ് ഫോൺസിലെല്ലാം തന്നെ Android 12 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയായിട്ട് നമുക്കിവിടെ പറയാം. പിന്നെ നമുക്ക് 2.05 GHz ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇത് ഹീലിയോ G96 പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ചിപ്പ് സെറ്റാണ്. കാര്യമായ ഒരു ഭയങ്കര ഹൈ പെർഫോമിംഗ് ചിപ്പ് സെറ്റൊന്നുമല്ല, എങ്കിലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന കുഴപ്പമില്ലാത്തൊരു ചിപ്പ് സെറ്റാണ്. 8GB + 4GB റാമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് FunTouch OS 12. അപ്പോൾ നമുക്ക് UI-ൽ നമുക്ക് ബാക്കി അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വരും, ഡൈനാമിക് എഫക്ട്സ്, അതേപോലെ നമുക്കിവിടെ അൾട്രാ ഗെയിം മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് UI എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. നമുക്ക് ബ്ലോട്ട് വെയർസ് ഉണ്ടല്ലോ, ഒരുപാട് ബ്ലോട്ട് വെയർസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിപ്പോഴും പല ഫോൺസും ബ്ലോട്ട് വെയർസ് ഷിപ്പ് ചെയ്യുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട്. ആക്ച്വലി അൺവാണ്ടഡ് ആപ്സ് കുറേ ഉണ്ട്, അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. പ്രൈമറി 50 MP, ഒരു 8 MP അൾട്രാ വൈഡും ഒരു 2 MP മാക്രോ സെൻസറാണ്. 44 MP ഐ ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് വരുന്നത്. ഈ ഐ ഓട്ടോ ഫോക്കസ് ക്യാമറ നമ്മൾ വിവോൻ്റെ V സീരീസിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് 60 FPS സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഏത് റെസൊല്യൂഷനാണെന്ന് കൂടെ നോക്കട്ടെ. 1080p 60 FPS ആണ് മാക്സിമം സപ്പോർട്ടഡ് ഉള്ളൂ. 4K സപ്പോർട്ടഡ് അല്ല. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അങ്ങനെ ഡ്യുവൽ വ്യൂ, ഡബിൾ എക്സ്പോഷർ, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതെല്ലാം Vivo Y75 എടുത്ത ക്യാമറ സാമ്പിൾസാണ്. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എബോ ആവറേജ് ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സെൽഫീസ് എല്ലാം എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു. 44 MP ഐ ഓട്ടോ ഫോക്കസ് ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് Vivo Y75 എടുത്ത കുറച്ച് സാമ്പിൾസാണ്. ഇനി അടുത്ത ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4050 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 4050 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ് ഇപ്പോഴത്തെ കാറ്റഗറി വെച്ച് പറയുകയാണെങ്കിൽ. ഇത് ഫോൺ കുറച്ച് സ്ലിം ആയതുകൊണ്ടാണ് ഈ ബാറ്ററി കുറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സ്ലിമ്മാണ്, അതുകൊണ്ട് തന്നെ 4050 mAh കപ്പാസിറ്റി ബാറ്ററിയുള്ളൂ. 44 വാട്ട് ചാർജിങ് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രോബ്ലി. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം, എങ്കിലും ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയുണ്ട് ബാറ്ററി ലൈഫ് എന്നുള്ളത്. ഒരു 1 ഡേ സ്ലൈറ്റ്ലി ഇപ്പോൾ 1 ഡേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു Vivo Y75 ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ പറയുക ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊള്ളാം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതേപോലെ നല്ല ലുക്സും ഉണ്ട്, വളരെ സ്ലിം ഫോം ഫാക്ടറാണ്, AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. 44 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പ്രത്യേകിച്ച് സെൽഫി ക്യാമറ 44 MP ഐ ഓട്ടോ ഫോക്കസ് ക്യാമറയാണ്. പിന്നെ 50 MP ട്രിപ്പിൾ ക്യാമറയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗുണങ്ങൾ. പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രോപ്പ് നോച്ച് വരുന്നുള്ളൂ, Android 12 ഇല്ല, അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റോ അല്ലെങ്കിൽ ഹയർ റിഫ്രഷ് റേറ്റോ ഇല്ല, വെറും സ്റ്റാൻഡേർഡ് 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് 8128 എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുന്നത്. ഇതിന് വില എന്ന് പറഞ്ഞാൽ 20,999 രൂപ, അതായത് 21,000 റുപ്പീസാണ്. എനിക്ക് തോന്നുന്നത് ഇത് അത്രയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിങ് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിങ് ഡെഫിനറ്റ്ലി ആവായിരുന്നു. കാരണം ഈ പ്രൈസൊക്കെ വലിയ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ പ്രോസസ്സറിൻ്റെയും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് Vivo Y75. അപ്പോൾ വിലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് വില ഓവർ പ്രൈസ്ഡ് ആണോ അതോ എന്താണ് ഇതിൻ്റെ എന്തൊക്കെ മിസ്സിങ് ആസ്പെക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ Vivo Y75
ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.